വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് രാഹുൽ പിന്മാറിയാൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വയനാട് ഡിസിസി പ്രസിഡന്റ് ഐ.സി. ബാലകൃഷ്ണൻ. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്ന് ടി സിദ്ദിഖ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലെ ആശയക്കുഴപ്പം നിയോജകമണ്ഡലം കൺവെൻഷനുകളിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം കുറച്ചു. മണ്ഡലത്തിൽ UDF-ന്റേതായി യാതൊരു പ്രചരണവും നടക്കുന്നില്ല. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ മങ്ങിയതായുള്ള വിവരം പുറത്തുവരുന്നത്. ഇതോടെയാണ് വയനാട്ടിലെ മുതിർന്ന നേതാക്കൾ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത്. രാഹുൽജിയുടെ വരവ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും നെഗറ്റീവ് അപ്രോച്ചാണ് വരുന്നതെങ്കിൽ കേരളത്തിന് അത് ബാധിക്കുമെന്നുള്ള ഒരു സാഹചര്യം കൂടി താഴ്ത്തട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങളത് വളരെ ഗൗരവത്തിൽ നേതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രചരണം തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധിക്കായി പിന്മാറുന്നതായി പ്രഖ്യാപിച്ച ടി സിദ്ദിഖ് മാത്രമാണ് ഇന്നും ശുഭപ്രതീക്ഷ പങ്കുവച്ചത്. വയനാട് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതായ ശക്തമായ റിക്വസ്റ്റ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. ആ വഴി സുഗമമാക്കുന്നതിന് വേണ്ടി തീർച്ചയായും അത് ഉണ്ടാവണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി പൂർണ്ണ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ആ തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയാണ്. രാഹുൽ എത്തുന്നില്ലെങ്കിൽ നിരാശയിലാകുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മറ്റൊരു സ്ഥാനാർത്ഥിക്കായി തിരികെ പ്രചരണ രംഗത്തെത്തിക്കാൻ നേതൃത്വത്തിന് ഏറെ പണിപ്പെടേണ്ടി വരും. മീഡിയ 1 കോഴിക്കോട്, വയനാട്.